കൊല്ലങ്കോട് ആലമ്പള്ളം കോസ്വേ പ്രദേശം നിറഞ്ഞൊഴുകി 2 ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് ഗായത്രിപ്പുഴയിൽ വെള്ളം കയറിയതോടെയാണ് പ്രദേശം വെള്ളത്തിനടിയിലായത്. ഇതോടെ ഇതുവഴിയുള്ള ഭാഗികമായ ഗതാഗതവും തടസ്സപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കോസ്വേ കാലഹരണപ്പെട്ടതിനെ തുടർന്ന് പുതിയ പാലം ആധുനിക രീതിയിൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കോസ്വേ പൊളിച്ചുമാറ്റി താൽക്കാലിക സംവിധാനമൊരുക്കി ഭാഗികമായ ഗതാഗത സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാൽനട, സൈക്കിൾ യാത്ര, ഇരുചക്ര വാഹനങ്ങളുടെ യാത്ര എന്നിവ മാത്രമാണ് താൽക്കാലിക സംവിധാനത്തിലൂടെ അനുവദിച്ചിരുന്നത്. വലിയ വാഹനങ്ങളെല്ലാം കൊല്ലങ്കോട് ടൗൺ ചുറ്റിയാണ് ഇരുഭാഗത്തേക്കും സഞ്ചാരം തുടർന്നത്. കനത്ത മഴയെ തുടർന്ന് താൽക്കാലിക ഗതാഗത സംവിധാനവും വെള്ളത്തിനടിയിലായി. ഇതോടെ കാൽനട യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങളും ഇതിലെയുള്ള യാത്ര അവസാനിപ്പിച്ചു. കാൽനടയായി ഇരുഭാഗത്തേക്കും കടക്കുന്നത് സമീപത്തെ ചെക്ക് ഡാം വഴിയാണ്. മഴ തുടർന്ന് ചെക്ക് ഡാമിൽ വെള്ളം കയറുന്നതോടെ ഇതുവഴിയുള്ള കാൽനട യാത്രയും അപകടകരമാകും. മഴ തുടർന്നാൽ ഗായത്രിപ്പുഴയിലെ വെള്ളം ഇനിയും ഉയരാനാണ് സാധ്യത. അതോടെ ആലമ്പള്ളം പ്രദേശത്ത് വെള്ളവും ഉയരാൻ സാധ്യതയുണ്ട്. പുഴയിൽ വെള്ളം കയറിയിട്ടും പാലം നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാതെ പുരോഗമിക്കുകയാണ്. ഡിസംബർ മാസത്തോടെ പുതിയ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ്. അതുവരെ പുഴയിലെ വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചയെ ആശ്രയിച്ചാണ് ഇരുവശത്തേക്കും യാത്ര. UTV ന്യൂസ്, പാലക്കാട്.